ഇന്നെൻ്റെ ഒരു മാങ്ങ അച്ചാറിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഞാൻ മാങ്ങയൊക്കെ ചെത്തി വെച്ചു. പക്ഷേ ശകലം ഒത്തിരി അങ്ങ് വിളഞ്ഞതാണ്. നമ്മൾ ഇന്ന് അടച്ചു വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മൂടി വെച്ചിരുന്നെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നല്ലതായിട്ട് പഴുത്തേന്. ഇതിപ്പോൾ മോൾക്ക് ഹോസ്റ്റലിൽ തിരിച്ചു പോകേണ്ട സമയമായപ്പോൾ നമ്മൾ ചില അച്ചാർ എളുപ്പം ഇടാൻ വേണ്ടി നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് നാട്ടിലെ കൂട്ട് തന്നെ ഇതുപോലെ കീറി നീളൻ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും പുരട്ടി രാത്രിയിൽ വയ്ക്കും. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി നമ്മൾ ഈ സ്റ്റീലോ അലുമിനിയം പാത്രത്തിലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങ് കറ പിടിച്ച് കറുപ്പാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചട്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മൺചട്ടി ഉണ്ടല്ലോ, അതിൽ യൂസ് ചെയ്യാത്ത മൺചട്ടിയിൽ ഈ അച്ചാറിനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ബേസിനകത്ത് വലിയൊരു പാത്രത്തിനകത്തോട്ടിട്ട് നല്ലതായിട്ട് ഉപ്പും മഞ്ഞളും നല്ലതായിട്ട് പുരട്ടി ഇതുപോലൊരു ചട്ടി ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് ഞാൻ അതിനകത്തോട്ടിട്ട് മൂടി വയ്ക്കും. എന്നിട്ട് രാവിലെ നമ്മുടെ കൈയെല്ലാം ഒഴിഞ്ഞ് നമ്മളൊന്ന് ജോലികളെല്ലാം ഒരുവിധം ഒതുക്കി കഴിയുമ്പോൾ പിറ്റേ ദിവസം ലീവായിരിക്കും. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ചെയ്തിട്ട് നമ്മൾ കണ്ടോ വെളുത്തുള്ളി, അതായത് ഒരു 6-7 കൂട് ഉണ്ടായിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അത് അല്ലെങ്കിൽ 1 കപ്പ് വെളുത്തുള്ളി അല്ലി. അപ്പോൾ അത് നല്ലതായിട്ട് എണ്ണയിലോട്ട് കടുവിട്ട് പൊട്ടി നല്ലതായിട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറമാകുന്ന വരെ വരട്ടണം വെളുത്തുള്ളി. അതാണ് അച്ചാറുകളുടെ ഹൈലൈറ്റ്. ഞാൻ നേരത്തെ അച്ചാറുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ പച്ചമുളകും വട്ടത്തി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൊത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ടുണ്ട്. മാങ്ങയൊക്കെ എത്രയുണ്ടോ അതിനനുസരിച്ച് ചേരുവകൾ കൂട്ടണം. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് നമ്മുടെ ഒന്നിളക്കി ഒരുപാട് കരിഞ്ഞു പോകരുത്, മൂക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് കൂട്ട് ഇതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വെളുത്തുള്ളി വഴറ്റിയ വീഡിയോ ഒക്കെ ഇതിനകത്ത് ലോസായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ വെളുത്തുള്ളി എപ്പോഴും നിങ്ങൾ നല്ലതായിട്ട് ബ്രൗൺ നിറമാകാൻ ശ്രമിച്ചോണം, ട്രൈ ചെയ്യുന്നവർ കണ്ടോ. അപ്പോൾ അതിനകത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മുളക് പൊടി നല്ല എരിയുള്ള മുളകാണ്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഇത് ചേർക്കാവുള്ളൂ. ഇപ്പോൾ ലൈറ്റായിട്ട് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറെ പുളി ഇല്ലാത്ത മാങ്ങ ആയിരുന്നെങ്കിൽ നമ്മൾ അരിഞ്ഞതെല്ലാം വേസ്റ്റായിപ്പോയി. എന്തായാലും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് കായപ്പൊടിയെല്ലാം ആഡ് ചെയ്തതാണ് കേട്ടോ. ഒരു കട്ടക്കായമാണെങ്കിൽ വലിയൊരു കഷ്ണം കട്ടക്കായം വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആ കണക്കിന് കായപ്പൊടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതാണ്. ഇതിനകത്തോട്ടാണ് നമുക്ക് ഭരണിക്കകത്താണ് ഇത് കോരി വയ്ക്കുന്നത്. തണുത്തു ഇട്ട് വെച്ച് നമ്മൾ വൈകുന്നേരമായപ്പം നല്ലതായിട്ട് അതേ പിടിച്ചു. നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചു നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. വിനാഗിരി തണുത്ത് വന്നപ്പോൾ വിനാഗിരി എല്ലാം ഒഴിച്ച് നല്ലതായിട്ട് ഇതായതാണ്. പിന്നെ ലൈറ്റ് ഉപ്പുവെള്ളം കൂടെ ഒഴിക്കും നമ്മൾ മിക്സ് ചെയ്യുമ്പം. തിളപ്പിച്ചാറിച്ച വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്നും ചൂടാക്കി എടുത്താണ് തണുപ്പിക്കാൻ വെച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിക്കും. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.